പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്, നാം നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന 5 അടയാളങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നിസ്കരിക്കാനുള്ള മടി മാറാൻ, ഖുർആൻ ഓതാനുള്ള മടി മാറാൻ, മറ്റുള്ള സൽക്രമങ്ങൾ ചെയ്യാനുള്ള മടി മാറാൻ നാം ചൊല്ലേണ്ട 2 പ്രാർത്ഥനകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ, ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും ഇന്ന് സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവെ സ്വീകരിക്കണേ, ഞങ്ങളെ ഹംദ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക. ഈമാൻ കാര്യം എത്രയാണ്? ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് ഈമാൻ കാര്യം. ഈമാൻ കാര്യം എത്രയാണ് എന്നുള്ളത് അറിയുന്നവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഉളു എടുക്കുന്ന സമയത്ത് ഫർലായ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത് എന്നുള്ളത്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ശരിയായ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട്. അഥവാ മുഖം കഴുകുന്ന ആദ്യ അവസരത്തിലാണ്. എന്നാൽ ചില ആളുകൾ മുൻകൈ കഴുകുന്ന അവസരത്തിലാണ് ഫർലായ നിയ്യത്ത് വെക്കേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ്. മുഖം കഴുകുന്ന ആദ്യ അവസരത്തിലാണ് ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് വെക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഖുർആൻ ഓതുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, സദഖ ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തുന്നവരാണ്. ഇങ്ങനെ ധാരാളം സൽക്രമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാത്തു, അത് നിസ്കാരമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിനെ കുറിച്ചാണ്. നീ നിസ്കരിച്ചോ? എന്തുകൊണ്ട് നിസ്കാരം ഒഴിവാക്കി? അതിനുള്ള റീസൺ എന്താണ്? ഇങ്ങനെ നിസ്കാരത്തിനെ കുറിച്ചുള്ള ചോദ്യമായിരിക്കും നാം ആദ്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടത്. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി, ഹാഫിദു അലസ്വലാത്തിൽ വുസ്താ, നിങ്ങൾ നിസ്കാരം സൂക്ഷിക്കണം, നിസ്കാരം സൂക്ഷിക്കണം, അത് ഗൗരവമുള്ളതാണ്. ആ നിസ്കാരത്തിനെ കുറിച്ച് മറ്റൊരു ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? അസ്സലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരു കെട്ടിടത്തിന്റെ ബിൽഡിങ്ങിന്റെ തൂണ് നമ്മൾ പൊളിച്ചു കളഞ്ഞാൽ ആ ബിൽഡിംഗ് തകർന്ന് തരിപ്പണമായി പോകുന്നത് പോലെ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദീൻ, നമ്മളെ ഇസ്ലാം, നമ്മളുടെ വിശ്വാസം തകർന്ന് തരിപ്പണമായി പോകും. അപ്പൊ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നിസ്കരിക്കാനുള്ള മടിമാറാൻ, ആരാധനകൾ ചെയ്യാനുള്ള മടിമാറാനുള്ള 2 പ്രാർത്ഥനകളാണ്. അതോടൊപ്പം തന്നെ നിസ്കാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന 5 അടയാളങ്ങളെ കുറിച്ചുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നിസ്കരിക്കാനുള്ള മടിമാറാൻ, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാനുള്ള മടിമാറാൻ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. നിസ്കരിക്കാൻ മടിയുള്ളവരും മടിയില്ലാത്തവരും ഈ പ്രാർത്ഥന എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഏതാണ് പ്രാർത്ഥന? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ.
അങ്ങനെ റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇതെല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യമെങ്കിലും പറയാ. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ്. റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കാനുള്ള മടി നീ മാറ്റണേ റഹ്മാനെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കള് ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ബന്ധപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിസ്കരിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എപ്പോഴും ഇത് നമ്മൾ ദുആ ചെയ്യണം. കാരണം എന്താ, നിസ്കരിച്ചാൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. അങ്ങനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. അല്ലാഹുവേ, മടിയെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിവില്ലാത്തതിനെ കുറിച്ച് ഞാൻ നിന്നോട് കാവല് ചോദിക്കുകയാണ്. നിസ്കരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, മനസ്സിന് തോന്നൂല, അതല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവൂല. അങ്ങനത്തെ പ്രയാസങ്ങളും പല ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നൊക്കെ കാവല് ചോദിക്കുകയാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. കണ്ടോ, നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു, ഇനിയിപ്പോ ളുഹ്ർ നിസ്കരിക്കണം, ബാങ്ക് കൊടുത്തു, ഇനിയിപ്പോ സുബഹി നിസ്കരിക്കണം, ബാങ്ക് കൊടുത്തു, ഇനിയിപ്പോ ഇശ നിസ്കരിക്കണം എന്നൊരു ചിന്ത വരാറുണ്ടല്ലോ. അത് മാറാനാണ് ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. 2 പ്രാർത്ഥന നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. രണ്ടാമത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഈ നിസ്കാരം സ്വീകരിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം മനസ്സിന് ആനന്ദവും സമാധാനവും ഉണ്ടാകുന്നുള്ളതാണ്. നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത ആശ്വാസമായിരിക്കും. നമ്മളെ ഖൽബിലുള്ള മനസ്സിലുള്ള എല്ലാ ഖനങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ നമ്മൾക്ക് അനുഭവിക്കും. നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷവും റാഹത്തും ഉണ്ടാകുന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പാപങ്ങളോടുള്ള വെറുപ്പ്, തെറ്റുകളോടുള്ള വെറുപ്പ് നമ്മളെ കൽബിലുണ്ടാകും. നമ്മളൊരു തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഗീബത്ത് പറയുകയാണെങ്കിൽ ഗീബത്തിനോട് നമ്മൾക്കൊരു വെറുപ്പുണ്ടാകും. അതുപോലെ തന്നെ നമീമത്ത് പറയുകയാണെങ്കിൽ നമീമത്തിനോട് നമ്മൾക്കൊരു വെറുപ്പുണ്ടാകും. കളവ് പറയുകയാണെങ്കിൽ കളവിനോട് നമ്മൾക്കൊരു വെറുപ്പുണ്ടാകും. അങ്ങനെ തെറ്റുകളോട് വെറുപ്പ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിസ്കാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ. അതാണ് ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും, മോശമായ കാര്യങ്ങളെ തൊട്ട് തടയുന്നതാണ് നിസ്കാരം. അപ്പൊ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റിലേക്ക് പോകൂല. നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കുകയില്ല. നമ്മൾ ഒരാളെ കുറ്റവും കുറവും നോക്കാൻ പോകൂല, കുടുംബ ബന്ധം മുറിക്കൂല. നമ്മൾ നല്ല മനുഷ്യനായി ജീവിക്കും നിസ്കാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മൂന്നാമത്തെ കാര്യം, അടുത്ത നിസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുകയും അടുത്ത നിസ്കാരം വരാൻ നമ്മൾക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടാകും. നമ്മളിപ്പോ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചിന്ത എന്തായിരിക്കും, ളുഹ്ർ ഖളാ ആകോ, എനിക്ക് ളുഹ്ർ നിസ്കരിക്കണം, ഞാൻ അതിനു വേണ്ടി തയ്യാറാവട്ടെ, എന്റെ ളുഹ്ർ നഷ്ടമാകുമോ എന്നുള്ള ചിന്ത എപ്പോഴും നമ്മളെ കൽബിലുണ്ടാകും. എന്നിട്ട് ളുഹ്ർ നിസ്കാരത്തിന് വേണ്ടി ഞാൻ തയ്യാറാകും. ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അസർ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കും. അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മഗ്രിബിയെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. എന്റെ മഗ്രിബി എങ്ങനെ നിസ്കരിക്കണം, അത് നഷ്ടമാകുമോ റബ്ബേ എന്നുള്ള ചിന്ത ഉണ്ടാകും. മഗ്രിബി സ്വീകരിച്ചാൽ ഇശാ നിസ്കാരത്തിനോട് വല്ലാത്ത താല്പര്യവും വല്ലാത്ത ആനന്ദവും നമ്മളെ കൽബിലുണ്ടാകും. ഇശാ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകും. ഇശ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ ഉറങ്ങാൻ നിൽക്കുന്ന സമയത്തുള്ള ചിന്ത എന്തായിരിക്കും, എന്റെ സുബഹി ഖളാ ആകുമോ, സുബഹിക്ക് എനിക്ക് നേരത്തെ എണീക്കണം, സുബഹിന്റെ സുന്നത്ത് പോലും ഒഴിവാക്കരുത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ കൽബിലുണ്ടാകും. ആ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അതുപോലെ തന്നെ നമ്മളെ കൽബിലുള്ള അഹങ്കാരം മാറിക്കിട്ടും. പിന്നെ നമ്മളെ കൽബില് അഹങ്കാരം ഉണ്ടാകൂല. കാരണം എന്താ, നമ്മൾ അള്ളാന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുകയാണ്. അള്ളാന്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യാണ്. റബ്ബേ, നീയാണ് എല്ലാം
എല്ലാം നൽകുന്നവൻ, നീയാണ് എല്ലാം സംരക്ഷിക്കുന്നവൻ എന്ന് നമ്മൾ നിസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് സമ്മതിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ പറയുന്നത് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്നുള്ള ഒരു പ്രാർത്ഥനയല്ലേ നമ്മൾ ഫാത്തിഹ സൂറത്തിലൂടെ പറയുന്നത്. അതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെ ഖൽബിൽ അഹങ്കാരം ഉണ്ടാകൂല. ഒരു അണുമണി തൂക്കം പോലും നമ്മളെ ഖൽബിൽ എന്തുണ്ടാകൂല? അഹങ്കാരം ഉണ്ടാകൂല. അള്ളാഹു ആ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അതുപോലെ തന്നെ മനസ്സിന് മനഃശാന്തി ഉണ്ടാകും, മനസ്സിന് ഒരു റാഹത്ത് ഉണ്ടാകും. കാരണം എന്താ? നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വല്ലാത്തൊരു റാഹത്ത് ഉണ്ടാകുമല്ലോ, വല്ലാത്തൊരു സമാധാനം ഉണ്ടാകുമല്ലോ. അതുപോലെയാണ് നിസ്കാരം അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്, അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്, അള്ളാഹുവിനോടുള്ള സംസാരം. ഫാത്തിഹ സൂറത്തൊക്കെ നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ നിസ്കാരത്തിന്റെ എല്ലാ ഭാഗവും അള്ളാഹിനോടുള്ള സംസാരവും അള്ളാഹുവിനോടുള്ള സംഭാഷണവുമാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത ഒരു റാഹത്ത്, മനഃശാന്തി നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. ഇനിയും അള്ളാഹുവിനോട് സംസാരിക്കണം, ഇനിയും അള്ളാഹുവിനോട് സംസാരിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. അപ്പൊ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റവാത്തീബ് നിസ്കാരം നിലനിർത്തും, അതുപോലെ തന്നെ ളുഹാ നിസ്കാരം നമ്മൾ നിലനിർത്തും, അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം നമ്മളിൽ ഉണ്ടാകും, അതുപോലെ നിസ്കാരമൊക്കെ നമ്മളിൽ ഉണ്ടാവും. കാരണം എന്താ? നിസ്കാരമൊക്കെ അള്ളാഹിനോടുള്ള സംഭാഷണമാണ്, അള്ളാഹുവിനോടുള്ള സംസാരമാണ്. ഈ കൂട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളെ നിസ്കാരങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ നിസ്കരിക്കാതെ നടക്കുന്നുണ്ട്. അവർക്കൊക്കെ നിസ്കരിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ. ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് പറയുന്നു, ഉസ്താദെ മക്കൾ നിസ്കരിക്കുന്നില്ല, പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, 20 വയസ്സായിട്ട് പോലും ഇപ്പോഴും ജുമുഅ പോലും നിസ്കരിക്കാത്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. നിസ്കാരം ഖളാ ആക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. കൃത്യമായി മരണം വരെ നിസ്കരിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും മനസ്സും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിസ്കരിക്കാനുള്ള മടിയെ തൊട്ട് എല്ലാവരെയും കാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ നിസ്കാരത്തിലെ ന്യൂനതകൾ നീ പരിഹരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ഇനി 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ടെങ്കിലും ആ മജ്ലിസിൽ പങ്കെടുക്കണം. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ശാന്തിയും സമാധാനവും സന്തോഷം ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നല്ല സന്തോഷ വാർത്ത പറയുന്നുണ്ട്. ഉസ്താദെ ടെൻഷൻ മാറാൻ ഉസ്താദിന്റെ മജ്ലിസ് അത് വല്ലാത്ത ഒരു മജ്ലിസാണ്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് ആളുകൾ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.